ഹലോ മക്കൾസ്, മുസിൻ സാറാണ്. 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വാ നോക്കാം. 13 സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ പ്ലസ് ഡാഷ് പ്ലസ് 3 സ്ക്വയർ. ഇതാ ഈ ഡാഷ് എന്നുള്ള സ്ഥാനത്ത് താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസ് കണ്ടോ. ഈ 4 ഓപ്ഷൻസിൽ ഏതാ വരിക എന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം 13 സ്ക്വയർ 13 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 10 പ്ലസ് 3 അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ മകളെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10 സ്ക്വയറും 3 സ്ക്വയറും ഫസ്റ്റ് എഴുതാം. 10 സ്ക്വയർ ഇതിൻ്റെ എക്സ്പാൻഷനിൽ ആദ്യം വരെ എഴുതാം 10 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 3 സ്ക്വയർ നമുക്ക് അവസാനം എഴുതാം. ഈ രണ്ട് ആൻസറും എന്തുണ്ട്? ഇതിനെന്താ 10 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഉണ്ട്. ഈ മിഡിൽ എന്താണ് വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്ക് നോക്കാം. മിഡിൽ എന്താ വരിക? മിഡിൽ 2 ഇൻറ്റു ഇതേ 10 ഇൻറ്റു 3 2 ഇൻറ്റു 10 ഇൻറ്റു 3 ആണ്. റെഡി ആണല്ലോ? യെസ്, ഇതാണ് ആൻസർ. ഈ ആൻസർ താഴെ ഓപ്ഷനിൽ എവിടെ നമുക്ക് തപ്പി നോക്കാം. നോക്ക്, 10 ഇൻറ്റു 3 ഇൻറ്റു 2 ഇതന്നല്ലേ 2 ഇൻറ്റു 10 ഇൻറ്റു 3. ഈ ഓപ്ഷൻ തന്നെയല്ലേ എ? ഏൻ്റെയാണ് ഓപ്ഷൻ. ബി ചെക്ക് ചെയ്ത് നോക്ക്, 10 ഇൻറ്റു 3 ഇൻറ്റു 1 അപ്പോൾ അതാണോ? അതല്ല. സി ഓപ്ഷൻ നോക്ക്, 13 ഇൻറ്റു 3 ഇൻറ്റു 2 അതുമല്ല. നെക്സ്റ്റ് 10 ഇൻറ്റു 6 ഇൻറ്റു 2 അതുമല്ല. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ മകളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത് മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ മകളെ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ട് വീഡിയോസ് ഇനി വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.